സംസ്ഥാനത്തെ ആശുപത്രികളിൽ വേണ്ടത്ര സുരക്ഷാ ജീവനക്കാർ ഇല്ല എന്ന ആരോപണം ഒരുപാട് കാലമായി കേട്ടു തുടങ്ങിയതാണ്. ഈ ദുരന്തത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാർത്ത വരുന്നത് കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അന്തേവാസിയിൽ നിന്ന് കൊടിയ മർദ്ദനം നേരിട്ടു എന്നാണ് നഴ്സിംഗ് ഓഫീസർ 24നോട് പറഞ്ഞത്. ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാർ ഇല്ലാത്തതാണ് മർദ്ദനമേൽക്കാൻ ഇടയായത് എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. നിലവിൽ 434 അന്തേവാസികൾക്കായി ആകെയുള്ളത് 10 സുരക്ഷാ ജീവനക്കാർ മാത്രമാണ്. വിഷയം 24 വാർത്തയാക്കിയതിനു പിന്നാലെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ ഗുരുതര പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ കടന്നുപോകുന്നത്. മതിയായ സുരക്ഷാ ജീവനക്കാരില്ല എന്നതാണ് പ്രശ്നം. രാത്രി സമയങ്ങളിലാണ് ആരോഗ്യ പ്രവർത്തകർക്ക് അന്തേവാസികളിൽ നിന്ന് കൂടുതൽ മർദ്ദനമേൽക്കാറുള്ളത്. ചികിത്സ നൽകാൻ സമീപിക്കുന്നത് പേടിയോടെയാണ്. സഹായിക്കാൻ എത്തേണ്ട സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം വളരെ കുറവ്. പിന്നെ കിട്ടുന്ന ചവിട്ടും അടിയുമൊക്കെ സഹിച്ച് ചികിത്സ നൽകും. ചിലപ്പോൾ ഇതുപോലെ കൊടിയ മർദ്ദനമാകും. ചവിട്ടി ഞാൻ നേരെ ഗ്രിൽസിൻ്റെ മുകളിൽ ഇടത് ഭാഗം തട്ടി വീണ് കണ്ണിൻ്റെ താഴെ മുറിവുണ്ട്. കൈ അതേപോലെ തന്നെ ഫ്രാക്ചറായി. 434 അന്തേവാസികൾക്ക് ആകെയുള്ളത് 10 സുരക്ഷാ ജീവനക്കാരാണ്. കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ ഉടൻ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് KGNA ആരോഗ്യവകുപ്പിനെ സമീപിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം. 20 പേരെയെങ്കിലും അത്യാവശ്യമായിട്ട് തന്നെ സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കണം എന്നുള്ളതാണ് സംഘടനാപരമായി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അത് ഇന്നലെ സൂപ്രണ്ടിനുമായിട്ട് ബന്ധപ്പെട്ടും DMOയിലേക്കും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അവിടുത്തെ MLAയുമായി വിഷയം ചർച്ച ചെയ്യുകയും MLA ഇത് ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും അറിയിച്ചിട്ടുണ്ട്. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊലപാതകം ഉൾപ്പെടെയുള്ള സുരക്ഷാ വീഴ്ച ചർച്ചയായപ്പോൾ മുഖ്യമന്ത്രി തന്നെ അടിയന്തര യോഗം വിളിച്ചിരുന്നു. അന്നത്തെ തീരുമാനങ്ങളിൽ ഒന്ന് കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ നിയമിക്കണം എന്നതായിരുന്നു. കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചെങ്കിലും പലരും ജോലിയിൽ തുടർന്നില്ല. കൃത്യമായ ശമ്പളം കിട്ടാത്തതും സുരക്ഷാ ജീവനക്കാർ ജോലി വിടാൻ കാരണമായി. മാനസികാരോഗ്യ കേന്ദ്രത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായി മുന്നോട്ട് വെച്ചതായിരുന്നു സമഗ്ര മാസ്റ്റർ പ്ലാൻ. അത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കുരുങ്ങി മുന്നോട്ട് പോയിട്ടില്ല. അക്രമാസക്തരാകുന്ന അന്തേവാസികളെ നോക്കാൻ പ്രത്യേകം പരിശീലനം ലഭിച്ച സുരക്ഷാ ജീവനക്കാരെയാണ് ഇവിടെ ആവശ്യം. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയെയും അന്തേവാസികളുടെ ചികിത്സയെയും ഇത് ബാധിക്കും. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്.